ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി രക്ഷിതാക്കൾക്ക് സംഘടിപ്പിച്ച ക്ലാസ്സിന് ദിലീപ് ടി ജോസഫ് നേതൃത്വം നൽകി. ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ടാതിഥികളെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ച് ആനയിച്ചു. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ സിസ്റ്റർ ആൻസിസ് കറിയ സ്വാഗതം ആശംസിച്ചു. ചെറുപുഴ സെന്റ് മേരീസ് ഫൊറാന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ, PTA വൈസ് പ്രസിഡന്റ് തങ്കമണി, സിസ്റ്റർ കൊച്ചുറാണി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ജനപ്രതിനിധികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഈ ക്രിസ്മസ് പഠിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും വിശിഷ്ട അതിഥികളായി വന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആക്കി എല്ലാവർക്കും നന്ദിയുടെയും സ്നേഹത്തിന്റെയും ഒരു കടപ്പാടുണ്ട്. അത് അറിയിക്കുന്നതിന് വേണ്ടിയും എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മളിന്ന് ഇവിടെ കൂടിയ ഒരു നല്ലൊരു ദിവസമാണ്. എനിക്കിപ്പം ഒരു ആശ്വാസം തോന്നി. ഞാൻ ഇന്ന് സിസ്റ്റർ ഇന്നലെയും വിളിച്ചു, ഇന്നും വിളിച്ചു, വരൂല ചോദിച്ചിട്ട്. എനിക്ക് ഇന്ന് വരാൻ പറ്റുന്ന സാഹചര്യം. എന്നാലും ഞാൻ ഇന്ന് വന്നിട്ടെങ്കിൽ എൻ്റെ മോൻ ഇന്ന് ഞാൻ രാവിലെ വരുമ്പോൾ എൻ്റെ ഡ്രസ്സ് എല്ലാം എടുത്ത് എൻ്റെ കൈമ തന്നിട്ട്, അതുകൊണ്ടാണ് ഇനി വരാൻ കാരണം. ഇത് വന്നിട്ട് ഭയങ്കര നഷ്ടം ആയിപ്പോട്ടിരുന്നു. അതുകൊണ്ട് നല്ലൊരു പരിപാടിയാണ്. ഇങ്ങനെ ഈ പരിപാടിയുടെ അവതരിപ്പിക്കാൻ നമ്മളെ കുട്ടികളെ ഇത്രയും നല്ല ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ച നമ്മളെ ടീച്ചർമാർക്കും സിസ്റ്റർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ഈ പരിപാടി നടത്തുന്നത് കൂടുതൽ മെച്ചത്തിലേക്ക് നമ്മളെ കുട്ടികൾ ഈ അവസരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറെ സന്തോഷകരമായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നേരത്തെ ഇടുന്ന ഒരു ക്ലാസ് തന്ന നമ്മളെ ദിലീപ് സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതെല്ലാം നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് അധികമൊന്നും എനിക്ക് പറയാനില്ല. ഈ പരിപാടിക്ക്, ക്രിസ്മസ് പരിപാടിക്കും അതുപോലെ പുതുവത്സര ആശംസകൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. അടുത്തത് ഓലഞ്ഞാല്, അടുത്തത് മയില്, അടുത്തത് വിഷുപക്ഷി, അടുത്തത് കുയില്, അടുത്തത് മരം മുറിക്കുന്നത്, അടുത്തത് പട്ടി, അടുത്തത് പട്ടി കൂക്കുന്നത്, അടുത്തത് പട്ടിക്ക് ഏറ് കൊടുക്കുന്നത്, അടുത്തത് ആട്, അടുത്തത് കുരങ്ങ്,
നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന സെന്റ് മേരീസ് ഫൊറോന ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ. നമ്മൾ ഇന്നിപ്പോൾ ഈ ഏഞ്ചൽ ഹോം കുടുംബത്തോടൊപ്പം ആയിരിക്കുമ്പോൾ ഒത്തിരിയധികം സന്തോഷമാണോ വിഷമമാണോ എന്തൊക്കെയാണെന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇവിടെ കാണുന്ന ഓരോ കുട്ടികളുടെയും അവരവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ കാണുമ്പോൾ അവരെ ഇത്രമാത്രം പരിശീലിപ്പിച്ചൊരുക്കി നമ്മുടെ മുമ്പിൽ ഈ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റേഴ്സിനോടും ഇവിടുത്തെ നമ്മുടെ സ്മിത ടീച്ചറിനോടും ഇവിടുത്തെ മറ്റ് അധ്യാപകരോടുമൊക്കെ എത്രമാത്രമാണ് സ്നേഹവും സന്തോഷവും തോന്നുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അവരുടെ നിരന്തരമായ സ്നേഹത്തിന്റെയും പരിഗണനയുടെയും പരിശീലനത്തിന്റെയും ഫലമായിട്ടാണ് ഈ കുട്ടികൾ ഇന്ന് ഇത്രമാത്രം മെച്ചപ്പെട്ട രീതിയിൽ ആയിരിക്കുന്നത്. ഇവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സാധാരണ ഒരു കുട്ടിയെ വളർത്തുന്നതിന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്ത് ഇത്രയും സവിശേഷ സിദ്ധികളോടെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ മക്കളെ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ അത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ഓരോ രക്ഷിതാവും കടപ്പെട്ടിരിക്കുന്നു. അവർ ദിവസവും അവരെ ഇവിടെ എത്തിക്കുകയും അതിനുവേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വർഷം പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം വെച്ചപ്പോൾ ഇവിടുത്തെ കുട്ടികൾ എത്ര മനോഹരമായിട്ടാണ് അവരുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചത്. അതുപോലെ ഈ വർഷവും ബ്ലോക്ക് തല ഭിന്നശേഷി കലോത്സവം കഴിഞ്ഞ ശനിയാഴ്ച കുഞ്ഞിമംഗലത്ത് വെച്ച് നടക്കുകയുണ്ടായി. ഞങ്ങൾക്ക് പഞ്ചായത്തിനുള്ള ആർക്കും പോകാൻ സാധിച്ചില്ല. കാരണമുണ്ട്, അന്നിവിടെ ബ്ലോക്ക് തല കായിക മത്സരങ്ങൾ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവിടെ കുഞ്ഞിമംഗലത്ത് നടന്ന ഏറ്റവും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തത് നമ്മുടെ ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളായിരുന്നു. അപ്പോൾ ആ കുട്ടികളെ ഇത്രമാത്രം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റേഴ്സിനും അവരുടെ ഈ ഏഞ്ചൽ ഹോം കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും വരാനിരിക്കുന്ന ക്രിസ്മസിന്റെ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഇനിയും ഈ സ്കൂൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.